ഫെയ്ത്ത് വാരിയേഴ്സ് എന്ന ഈ ചാനലിലൂടെ ഞങ്ങളെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും കർത്താവായ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങളുടെ സ്നേഹവന്ദനങ്ങൾ പ്രാരംഭമായിട്ട് പിന്നെയും അറിയിക്കുന്നു. തുടർച്ചയായി ഞങ്ങൾ പ്രക്ഷേപണം ചെയ്യുന്ന ഈ എപ്പിസോഡുകൾ നിങ്ങൾക്ക് പ്രയോജനപ്രദമാകുന്നുണ്ട് എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. ഈ വീഡിയോകൾ നിങ്ങൾ കാണുകയും ഒപ്പം അത് ഷെയർ ചെയ്യുകയും സബ്സ്ക്രൈബ് ചെയ്യുകയും ചെയ്യണമേ എന്നുകൂടെ ഞങ്ങൾ ഈ സമയത്ത് ഓർപ്പിക്കുകയാണ്. ഞങ്ങൾക്ക് ഒരുപാട് നല്ല പ്രതികരണങ്ങൾ ഇതിനോട് ബന്ധപ്പെട്ട് കിട്ടിക്കൊണ്ടിരിക്കുന്നു. ഈ പഠനങ്ങളെല്ലാം സത്യത്തിലേക്ക് തുറന്നിട്ട വാതിലുകളാകട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പറഞ്ഞു നിർത്തിയത് മറിയയുടെ സ്വർഗാരോപണ സിദ്ധാന്തത്തെക്കുറിച്ചാണ്. അതിൻ്റെ അനവധിയായ വിശദാംശങ്ങൾ നാം ചിന്തിക്കുകയുണ്ടായി. ഏതായാലും അതിൻ്റെ ഒരു കൺക്ലൂഷൻ ഇങ്ങനെയായിരുന്നു: സ്വർഗാരോപണ സിദ്ധാന്തം അത് ഒരു നിഗമനം മാത്രമാണ് എന്നും തെളിവില്ലെന്നും മാർപ്പാപ്പന്മാർ തന്നെ അപ്പോക്രിഫയായി പ്രഖ്യാപിച്ച ട്രാൻസിറ്റസ് മരിയെ, പാം നരേറ്റീവ്സ്, ബെത്ലഹേം നരേറ്റീവ്സ് തുടങ്ങിയ എഴുത്തുകൾ ഉൾപ്പെടുന്ന 6 ബുക്ക് അപ്പോക്രൈഫോണിൽ നിന്ന് സ്ഥാപിച്ച അല്ലെങ്കിൽ ആ എഴുത്തുകാരാൽ എഴുതപ്പെട്ട എഴുത്തുകളിൽ നിന്നൊക്കെയാണ് സ്വർഗാരോപണ സിദ്ധാന്തത്തിന് ആവശ്യമായ തെളിവുകൾ എടുത്തിരിക്കുന്നത് എന്ന് നാം സൂചിപ്പിക്കുകയുണ്ടായി. ഈ ട്രാൻസിറ്റസ് മരിയെ അതൊരു സ്യൂഡോ ആണ് എന്നും നാം കാണുകയുണ്ടായി. എന്ന് പറഞ്ഞാൽ മെലിറ്റോ എന്ന് പറയുന്ന ബിഷപ്പിനാൽ എഴുതപ്പെട്ടു എന്ന് കരുതപ്പെടുന്നു, അത് വ്യാജമാണ് എന്നും നമ്മൾ കാണുകയുണ്ടായി. എങ്കിലും മറിയയുടെ സ്വർഗാരോപണ സിദ്ധാന്തത്തിന് 3 വചനഭാഗങ്ങൾ പലപ്പോഴും കത്തോലിക്ക സഭ എടുത്തു കാണിക്കാറുണ്ട് എന്ന് നാം സൂചിപ്പിക്കുകയുണ്ടായി. അത് ഓരോന്നായിട്ട് ഇന്ന് ഒന്ന് ചിന്തിക്കാം എന്ന് കരുതുകയാണ്. മറിയയുടെ സ്വർഗാരോപണ സിദ്ധാന്തത്തിന് സ്ട്രോങ് എവിഡൻസ് ആയിട്ട് പലപ്പോഴും കത്തോലിക്ക സഭ കാണിക്കാറുള്ളത് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ് എന്ന് നമുക്കറിയാം. വെളിപ്പാട് പുസ്തകം 6-ാം അധ്യായം 1-ാം വാക്യം ഇങ്ങനെ വായിക്കുന്നു: സ്വർഗത്തിൽ വലിയൊരു അടയാളം കാണായി, സൂര്യനെ അണിഞ്ഞൊരു സ്ത്രീ, അവളുടെ കാൽ കീഴ് ചന്ദ്രനും അവളുടെ തലയിൽ 12 നക്ഷത്രം കൊണ്ടുള്ള കിരീടവും ഉണ്ടായിരുന്നു. ഈ വാക്യം വളരെ ഒരു സ്ട്രോങ് എവിഡൻസ് ആയിട്ട് പലപ്പോഴും കത്തോലിക്കരുടെ അടുത്ത് ചൂണ്ടിക്കാണിക്കാറുണ്ട്. എന്നാൽ ആ ഭാഗം, പ്രത്യേകിച്ച് വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള ഭാഗം വായിക്കുമ്പോൾ അതിൻ്റെ 6-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ഈ സ്ത്രീ, സൂര്യനെ അണിഞ്ഞ സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയതായും അവിടെ അവളെ 1260 ദിവസം പോറ്റേണ്ടതിന് ദൈവം അവൾക്കൊരു സ്ഥലം ഒരുക്കിയതായും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നു. സൂര്യനെ അണിഞ്ഞ സ്ത്രീ മറിയയാണെങ്കിൽ ഈ മറിയ എപ്പോഴാണ് മരുഭൂമിയിലേക്ക് ഓടിപ്പോയത്? എപ്പോഴാണ് 1260 ദിവസം അവളെ പോറ്റേണ്ടതിന് ഒരു പ്രത്യേക സ്ഥലം ഒരുക്കിയതായി നാം സുവിശേഷങ്ങളിലോ അപ്പോസ്തല പ്രവൃത്തികളിലോ കാണുന്നത്? അങ്ങനെ ഒരു ചരിത്രവും മറിയയോട് ബന്ധപ്പെട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. മാത്രമല്ല, അതേ അധ്യായം വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 5-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ സകല ജാതികളെയും ഇരുമ്പുകോൽ കൊണ്ട് മേയിപ്പാനുള്ളൊരു ആട്ടിൻകുട്ടിയെ അവൾ പ്രസവിച്ചതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. കുട്ടി ദൈവത്തിൻ്റെ അടുക്കലേക്കും സിംഹാസനത്തിലേക്കും എടുക്കപ്പെടുകയും പ്രസവിച്ച സ്ത്രീ മരുഭൂമിയിലേക്ക് പോവുകയും ചെയ്തു എന്നാണ് അവിടെ എഴുതിയിരിക്കുന്നത്. അപ്പോൾ ആ വചനം വെച്ച് നാം പരിശോധിക്കുമ്പോൾ സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടത് കുട്ടി മാത്രമാണ്, അഥവാ യേശുക്രിസ്തു മാത്രമാണ് ഇവരുടെ വാദമനുസരിച്ച്. നേരെ മറിച്ച് സ്ത്രീ മരുഭൂമിയിലേക്ക് ഓടിപ്പോയി. അതായത് സൂര്യനെ അണിഞ്ഞ സ്ത്രീ മറിയയാണ് എന്ന് പറയുമ്പോൾ ആ സ്ത്രീക്ക് സംഭവിച്ച കാര്യങ്ങളെ വെച്ച് നാം പരിശോധിക്കുമ്പോൾ ഈ സ്ത്രീ ഇന്ന് മരുഭൂമിയിൽ അലയുകയാണ്, അഥവാ മറിയ ഗതി കിട്ടാത്ത ആത്മാവിനെ പോലെ അലയുന്നു എന്ന് പറയേണ്ടി വരും. ആ ഭാഗം, അഥവാ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം സൂര്യനെ അണിഞ്ഞ സ്ത്രീ മറിയയാണെന്ന് വാദിക്കുകയാണെങ്കിൽ. മാത്രമല്ല, അതേ 12-ാം അധ്യായം, വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 2-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ സൂര്യനെ അണിഞ്ഞ സ്ത്രീ ഗർഭിണിയായി നോവ് കിട്ടി വേദനപ്പെട്ട് നിലവിളിച്ചു എന്ന് കാണുന്നു. ഇവിടെയും ഒരു വിരോധാഭാസം വരുന്നത്, ഈ സൂര്യനെ അണിഞ്ഞ സ്ത്രീ മറിയയാണെങ്കിൽ അവൾ ഗർഭിണിയായി എന്നത് അംഗീകരിക്കാം.
എന്നാൽ നോവ് കിട്ടി, വേദനപ്പെട്ടു, നിലവിളിച്ചു എന്നൊക്കെ ഈ ഈ രണ്ട് മൂന്ന് വാക്കുകൾ എങ്ങനെ നമുക്ക് അംഗീകരിക്കാൻ പറ്റും? കാരണം കത്തോലിക്ക സഭയുടെ ഔദ്യോഗിക വിശ്വാസം അനുസരിച്ച് മറിയയ്ക്ക് പ്രസവ വേദനയെ ഉണ്ടായിട്ടില്ല. ഈ രണ്ട് മൂന്ന് കാരണങ്ങളാൽ വെളിപ്പാട് പുസ്തകം 12-ാം അധ്യായം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളിൽ കാണുന്ന സ്ത്രീ മറിയയല്ല. അത് മറിയയുടെ സ്വർഗാരോപണത്തിന് തെളിവായി എടുക്കുവാനും സാധിക്കുകയില്ല എന്ന് പറഞ്ഞ് ആ ഭാഗം വിടുവാനായിട്ട് ആഗ്രഹിക്കുകയാണ്. മറിയയുടെ സ്വർഗാരോപണത്തിന് കത്തോലിക്ക സഭ ചൂണ്ടിക്കാണിക്കുന്ന രണ്ടാമത്തെ തെളിവ് വേദപുസ്തകത്തിൽ നിന്ന് സങ്കീർത്തനങ്ങൾ 132-ാം അധ്യായം 8-ാം വാക്യമാണ്. ആ വാക്യം ഇങ്ങനെയാണ്: യഹോവേ, നീ നിന്റെ ബലത്തിന്റെ പെട്ടകവുമായി നിന്റെ വിശ്രാമത്തിലേക്ക് എഴുന്നള്ളണമേ. ഇവിടെ പറയുന്ന ഈ പെട്ടകം മറിയയുടെ സ്വർഗാരോപണത്തെ സൂചിപ്പിക്കുന്നു എന്ന് അവർ കരുതുന്നു. അതിന് പറയുന്ന ന്യായം പെട്ടകം പണിത പലക അദ്രവത്വം ഉള്ളതാണ് എന്നതാണ്. അതുപോലെ മറിയയും ദ്രവത്വം കാണാതെ എടുക്കപ്പെട്ടു. ആ പെട്ടകത്തിന്റെ പലക ദ്രവിക്കാതിരുന്നത് പോലെ മറിയയും ദ്രവത്വം കാണാതെ എടുക്കപ്പെട്ടു എന്നതാണ് പറഞ്ഞു വെക്കുന്ന ന്യായം. പക്ഷെ ഈ വാദത്തിന് അവർക്കിടയിൽ തന്നെ ബലമില്ല, അല്ലെങ്കിൽ അഭിപ്രായ ഐക്യമില്ല എന്നുള്ളതാണ് വാസ്തവം. കാരണം മറിയയ്ക്ക് മൃതത്വം കൽപ്പിക്കുന്നവരും അമരത്വം കൽപ്പിക്കുന്നവരും സഭാപിതാക്കന്മാർക്കിടയിൽ തന്നെയുണ്ട്. അവരെ മോർട്ടാലിസ്റ്റുകളെന്നും ഇമ്മോർട്ടാലിസ്റ്റുകളെന്നുമാണ് പറയുന്നത്. ഇത് കുറച്ച് വിസ്തൃതമായ നിലയിൽ കഴിഞ്ഞ ക്ലാസ്സിൽ നാം നോക്കിയിരുന്നു. പൗരസ്ത്യരായ 9 സഭാപിതാക്കന്മാരെങ്കിലും മറിയ മരിച്ചു എന്ന് വിശ്വസിക്കുന്നവരാണ്. അതായത് മറിയയുടെ ശരീരം ദ്രവത്വത്തിനിരയായി എന്ന് വിശ്വസിക്കുന്നവർ. അതിൽ തന്നെ 2 സഭാപിതാക്കന്മാർ പറഞ്ഞത് മറിയ ഇപ്പോൾ എവിടെയാണ് എന്നുള്ളത് ദൈവം മാത്രം അറിയുന്നു എന്നാണ്. ഇനി പൗരസ്ത്യർ തന്നെയായ 2 സഭാപിതാക്കന്മാർ മറിയ മരിച്ചില്ല എന്ന് വിശ്വസിച്ചവരാണ്. ഇനി പാശ്ചാത്യരായ 4 സഭാപിതാക്കന്മാർ മറിയ മരിച്ചു എന്ന് വിശ്വസിക്കുന്നവരായിരുന്നു. അതായത് മറിയയ്ക്ക് മൃതത്വം കൽപ്പിക്കുന്നവരായിരുന്നു. വേറെ 9 സഭാപിതാക്കന്മാരും മധ്യകാലഘട്ടത്തിലെ ഒട്ടനേക ദൈവശാസ്ത്രജ്ഞരും മറിയയ്ക്ക് എന്ത് സംഭവിച്ചു എന്ന് പറയാത്തവരാണ്. അതായത് സഭാപിതാക്കന്മാർക്കിടയിൽ ചിലർ പറഞ്ഞു മറിയ മരിച്ചു, ചിലർ പറഞ്ഞു മറിയ മരിച്ചില്ല, ചിലർ പറഞ്ഞു എന്ത് സംഭവിച്ചു എന്നറിയില്ല, ചിലർ മൗനം പാലിച്ചു. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് മറിയയുടെ മരണത്തോട് ബന്ധപ്പെട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. അങ്ങനെ നോക്കുമ്പോൾ ഈ 132-ാം സങ്കീർത്തനത്തിലെ 8-ാം വാക്യം എങ്ങനെ മറിയയുടെ സ്വർഗാരോപണ സിദ്ധാന്തത്തിന് തെളിവായിട്ട് എടുക്കാൻ പറ്റും? കാരണം ആ 132-ാം സങ്കീർത്തനം 8-ാം വാക്യം വെച്ചിട്ട് മറിയ മരിച്ചില്ല, ദ്രവത്വം കണ്ടില്ല, അങ്ങനെ എടുക്കപ്പെട്ടു എന്നൊക്കെ തെളിയിക്കാനാണ് ആ വാക്യം ഉപയോഗിക്കുന്നത്. ആ അർത്ഥത്തിൽ ഈ വാക്യം ഉപയോഗിക്കാനേ കഴിയുകയില്ല എന്നുള്ളത് നമുക്കിവിടെ നിന്ന് കാണുവാനായിട്ട് സാധിക്കുകയാണ്. ഇനി മറിയയുടെ സ്വർഗാരോപണത്തിന് ചൂണ്ടിക്കാണിക്കുന്ന മൂന്നാമത്തെ തെളിവ് മത്തായി സുവിശേഷം 27-ാം അധ്യായം അതിൻ്റെ 52-53 വാക്യങ്ങളാണ്. അവിടെ നാം ഇങ്ങനെ വായിക്കുന്നു: ഭൂമി കുലുങ്ങി, പാറകൾ പിളർന്നു, കല്ലറകൾ തുറന്നു, നിദ്ര പ്രാപിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റ് യേശുവിന്റെ പുനരുത്ഥാനത്തിന്റെ ശേഷം കല്ലറകളെ വിട്ടു വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി. യേശു ക്രിസ്തുവിന്റെ ക്രൂശ് മരണത്തോട് ബന്ധപ്പെട്ട് യേശു ക്രൂശിൽ മരിച്ചു കഴിഞ്ഞ സമയം ആ ഗൊൽഗോഥ മലയിലും അതിൻ്റെ ചുറ്റുപാടും സംഭവിച്ച കാര്യത്തെക്കുറിച്ചാണ് നാം ഇപ്പോൾ വായിച്ചത്. ഈ വാക്യങ്ങൾക്ക് കത്തോലിക്ക സഭ കൊടുക്കുന്ന ഒരു വിശദീകരണം ഇങ്ങനെയാണ്: യേശു ക്രൂശിൽ രക്ഷാകര ദൗത്യം പൂർത്തിയാക്കിയ ഉടൻ പഴയ നിയമ വിശുദ്ധരെ രക്ഷാപൂർത്തിയിലേക്ക് വിളിച്ചെങ്കിൽ മറിയയെയും അങ്ങനെ തന്നെ പൂർത്തീകരണത്തിലേക്ക് വിളിച്ചു എന്ന് അനുമാനിക്കാം. ശ്രദ്ധിക്കുക, ഉറപ്പല്ല, അങ്ങനെ അനുമാനിക്കാം. അവർ തന്നെ അതിന് ഉറപ്പ് പറയുന്നില്ല. അതൊരു പ്രോബബിലിറ്റി ആണ്, അതൊരു പോസിബിലിറ്റി ആണ്. നോക്കുക, ഈ വാക്യത്തിൽ എവിടെയും മറിയയുടെ സ്വർഗാരോപണത്തെ കുറിച്ച് പറയുന്നില്ല എന്നുള്ളതല്ലേ വാസ്തവം. ഈ വാക്യങ്ങളിൽ
മരിച്ചവരാണ് ഉയർത്തെഴുന്നേറ്റത് എന്നുള്ളതും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുകയാണ്. മറിയയുടെ കാര്യത്തിൽ മരിച്ചോ ഇല്ലയോ എന്ന കാര്യത്തിൽ തർക്കം നിൽക്കുന്നതായി സഭാപിതാക്കന്മാർക്കിടയിൽ ആ തർക്കം നിലനിൽക്കുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിച്ച കാര്യമാണ്. പ്രിയമുള്ളവരെ, ലുഡ്വിഗ് ഓട്ട് എന്ന കത്തോലിക്ക ദൈവശാസ്ത്രജ്ഞൻ തൻ്റെ ഫണ്ടമെന്റൽ ഓഫ് കാത്തോലിക് ഡോഗ്മ എന്ന ഗ്രന്ഥത്തിൽ പറയുന്നത് മറിയയുടെ സ്വർഗാരോപണ സിദ്ധാന്തത്തിന് നേരിട്ടുള്ള ഒരു തെളിവും തിരുവെഴുത്ത് നൽകുന്നില്ല എന്നാണ്. ഇനി നാം ഈ മത്തായി സുവിശേഷം 27-ാം അധ്യായം 52-53 വാക്യങ്ങളിൽ നാം വായിച്ചപ്പോൾ ആ വാക്യങ്ങളിൽ ഉയർത്തെഴുന്നേറ്റ വിശുദ്ധന്മാർ സ്വർഗാരോഹണം ചെയ്യുന്നതായി കാണുന്നില്ല. മരിച്ച വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ പലതും ഉയർത്തെഴുന്നേറ്റു എന്ന് വായിക്കുന്നു, എന്നാൽ അവയൊന്നും സ്വർഗാരോഹണം ചെയ്യുന്നതായിട്ട് കാണുന്നില്ല. വിശുദ്ധന്മാരുടെ ശരീരങ്ങൾ ഉയർത്തെഴുന്നേറ്റ് യേശുവിൻ്റെ പുനരുത്ഥാന ശേഷം കല്ലറകളെ വിട്ടു വിശുദ്ധ നഗരത്തിൽ ചെന്ന് പലർക്കും പ്രത്യക്ഷമായി എന്ന് മാത്രമേ പറയുന്നുള്ളൂ. കത്തോലിക്ക സഭ പറയുന്ന മറിയയുടെ സ്വർഗാരോപണവുമായി ഈ വാക്യങ്ങൾക്ക് നേരിട്ട് യാതൊരു ബന്ധവുമില്ല എന്നതാണ് സത്യം. മാത്രമല്ല, ആ വാക്യങ്ങളിലൊന്നും മറിയയെക്കുറിച്ച് പറഞ്ഞിട്ടുമില്ല. അവിടെ ഉയർത്തെഴുന്നേറ്റവർ രൂപാന്തര ശരീരത്തോടെയാണ് ഉയർത്തെഴുന്നേറ്റത് എന്നതിനും തെളിവില്ല. കാരണം അങ്ങനെ പറയുന്നില്ല. ഇപ്പോ ലാസർ ഉയർത്തെഴുന്നേറ്റതായിട്ട് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. യായിറോസിന്റെ മകളും ഉയർത്തെഴുന്നേറ്റു. നൈനിലെ വിധവയുടെ മകൻ ഉയർത്തെഴുന്നേറ്റു. പൗലോസ് എഴുന്നേൽപ്പിച്ച യൂത്തിക്കോസിനെ നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നുണ്ട്. ഇവരൊക്കെ മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റ ദൃഷ്ടാന്തങ്ങളായി വിശുദ്ധ ബൈബിൾ തന്നെ നമ്മുടെ മുമ്പിൽ വെക്കുന്ന ഉദാഹരണങ്ങളാണ്. ഇവരുടെ എല്ലാവരുടെയും ഒപ്പം ക്രിസ്തുവിൽ വിശ്വസിച്ച് സ്നാനപ്പെട്ട് രക്ഷിക്കപ്പെട്ടവരുടെ ഉൾപ്പെടെ ഉള്ള എല്ലാവരുടെയും പുനരുത്ഥാനം നടക്കാനിരിക്കുന്നതേ ഉള്ളൂ. അന്ന് ഉയർത്തെഴുന്നേറ്റ ലാസർ, യായിറോസിന്റെ മകള്, അതേപോലെ നൈനിലെ വിധവയുടെ മകൻ യൂത്തിക്കോസ്, അവരൊക്കെ ഉയർത്തെഴുന്നേറ്റതിന് ശേഷം സാധാരണ മനുഷ്യരെ പോലെ ജീവിച്ചു മരിക്കുകയാണ് ചെയ്തത്. അവരൊന്നും രൂപാന്തര ശരീരത്തോടുകൂടെ ഉയർത്തെഴുന്നേറ്റ് സ്വർഗാരോഹണം ചെയ്തതായിട്ട് ബൈബിളിൽ രേഖയില്ല. മറിയയും ആ നിലയിൽ ഉയർത്തെഴുന്നേറ്റ് പോയതിന് യാതൊരു ചരിത്ര തെളിവും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നില്ല. ക്രിസ്തുവിൻ്റെ വീണ്ടും വരവിൽ മരിച്ച വിശുദ്ധന്മാരെല്ലാവരും ഉയർത്തെഴുന്നേറ്റ് രൂപാന്തര ശരീരത്തോടുകൂടെ എടുക്കപ്പെടുമെന്ന പ്രത്യാശയാണ് വാസ്തവത്തിൽ ക്രിസ്ത്യാനികൾക്ക്, അതായത് വാസ്തവത്തിൽ രക്ഷിക്കപ്പെട്ടു സ്നാനപ്പെട്ട ശരിയായ ക്രിസ്ത്യാനികൾക്കുള്ള പ്രത്യാശ എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇപ്പൊ ഈ 2-3 വാക്യങ്ങൾ കത്തോലിക്കരെടുത്ത് ഉദ്ധരിക്കുന്നതിലൂടെ അവർ തെളിയിക്കാൻ ശ്രമിക്കുന്നത് മറിയ സ്വർഗാരോപണം ചെയ്തു എന്നുള്ളതാണ്. സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ടു എന്ന് തെളിയിക്കാനാണ് ശ്രദ്ധിക്കുന്നത്. എന്നാൽ ഇവിടെ ചില സംശയങ്ങൾ നമുക്ക് വരികയാണ്. ഈ മറിയ സ്വർഗത്തിലേക്ക് ആവഹിക്കപ്പെട്ടത് ഉറപ്പിക്കാൻ പാടുപെടുന്ന കത്തോലിക്ക സഭ, ആ കത്തോലിക്ക സഭയിലെ വിശ്വാസികൾ ഈ നിലയിൽ മരിച്ചാൽ സ്വർഗത്തിലേക്ക് എടുക്കപ്പെടും, ഇല്ലെങ്കിൽ അവർ സ്വർഗത്തിലേക്ക് പോകും എന്ന് എത്ര പേർക്ക് ഉറപ്പുണ്ട് എന്നുള്ളത് ഒരു വലിയ ചോദ്യമാണ്. ഞങ്ങളൊക്കെ ആഴ്ചയിൽ 7 ദിവസവും അനേക കത്തോലിക്ക വിശ്വാസികളുമായി ഇടപെടുന്നവരാണ്. പ്രത്യേകിച്ച് സുവിശേഷ പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുമ്പോൾ അനേക കത്തോലിക്ക വിശ്വാസികളോട് ഞങ്ങൾ ചോദിച്ചിട്ടുണ്ട്, ഇന്ന് താങ്കളുടെ അന്തിമ ദിനമാണെങ്കിൽ മരിച്ചാൽ എങ്ങോട്ട് പോകും? അനേക വിശ്വാസികളും കത്തോലിക്ക വിശ്വാസികളും പറഞ്ഞിട്ടുള്ളത് സ്വർഗവും നരകവും ഈ ഭൂമിയിൽ തന്നെയാണ്. വേറെ ചിലർ പറഞ്ഞിട്ടുള്ളത് സ്വർഗവും നരകവും ഒന്നും ഇല്ല എന്നാണ്. മറ്റ് ചില കത്തോലിക്ക വിശ്വാസികൾ അല്ലെങ്കിൽ സുഹൃത്തുക്കളൊക്കെ ഞങ്ങളോട് പറയാറുള്ളത് സ്വർഗവും നരകവും ഈ ഭൂമിയിൽ തന്നെയാണ്, അല്ലെങ്കിൽ എവിടേക്കാണ് പോകുന്നത് എന്ന് ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന്. ഇന്നുവരെ ഞങ്ങൾ ഇടപെട്ടിട്ടുള്ള 98% കത്തോലിക്കരും പറഞ്ഞിട്ടുള്ളത് ഇപ്രകാരമാണ്. പ്രിയ കത്തോലിക്ക സഭാ നേതൃത്വത്തോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത്, മറിയയെ സ്വർഗത്തിലെത്തിക്കാൻ നിങ്ങൾ കാണിക്കുന്ന ഈ വ്യഗ്രത സ്വന്തം വിശ്വാസികളെ സ്വർഗത്തിലെത്തിക്കാൻ കാണിച്ചിരുന്നുവെങ്കിൽ അതെത്രയോ നന്നായേനെ. എന്നാൽ ഇന്ന്
അതിന് നിങ്ങൾക്ക് സാധിക്കുന്നില്ല എന്നുള്ളത് പകൽ പോലെ വ്യക്തമാണ്. നിങ്ങൾ തന്നെ നിങ്ങളുടെ വിശ്വാസികളോട് ചോദിക്കുക, നിങ്ങൾ മരിച്ചാൽ എവിടേക്കാണ് പോകുന്നത്? അവരുടെ ഉത്തരം കേട്ടാൽ നിങ്ങൾ തന്നെ തലകറങ്ങി വീഴും. അത് നേതൃത്വത്തിന്റെ കുഴപ്പമാണ്, അത് വിശ്വാസികളുടെ കുഴപ്പമല്ല, കുഞ്ഞാടുകളുടെ കുഴപ്പമല്ല, അൽമായരുടെ കുഴപ്പമല്ല, അത് നേതൃത്വത്തിന്റെ തന്നെ കുഴപ്പമാണ്. കാരണം ഈ നേതൃത്വത്തിലുള്ളവരോട് തന്നെ ഈ ചോദ്യം ചോദിച്ചാൽ അനേകർക്കും വ്യക്തതയില്ല എന്നുള്ളതാണ് ഒരു നഗ്നമായ സത്യം. പ്രിയമുള്ളവരെ, നാം മത്തായി സുവിശേഷം 23-ാം അധ്യായം 13-ാം വാക്യത്തിൽ ഇങ്ങനെ വായിക്കുന്നുണ്ട്: കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം! നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു, നിങ്ങൾ കടക്കുന്നില്ല, കടക്കുന്നവരെ കടപ്പാൻ സമ്മതിക്കുന്നുമില്ല. ഇതല്ലേ സത്യം? ഞങ്ങളെപ്പോലെയുള്ള സുവിശേഷകന്മാർ കത്തോലിക്ക ഭവനങ്ങളിൽ സുവിശേഷവുമായി കടന്നു ചെല്ലുന്നത് പരസ്യമായി പള്ളികളിലും കുടുംബ യൂണിറ്റുകളിലും വിളിച്ചു പറഞ്ഞ് തടയുന്നവരല്ലേ നിങ്ങൾ? ഞങ്ങൾ എന്ത് തെറ്റാണ് അവരോട് ചെയ്തിട്ടുള്ളത്, അല്ലെങ്കിൽ സഭാ നേതൃത്വത്തോട് ചെയ്തിട്ടുള്ളത്? മനുഷ്യരുടെ അടുക്കൽ കടന്നുപോയി, വിശ്വാസികളുടെ അടുക്കൽ കടന്നുപോയി കർത്താവായ യേശു ക്രിസ്തുവിലൂടെയുള്ള രക്ഷ, കർത്താവായ യേശു ക്രിസ്തു ക്രൂശിൽ നമുക്ക് വേണ്ടി അനുഭവിച്ചതായ രക്തച്ചൊരിച്ചിലിലൂടെ സാധ്യമാകുന്ന പാപക്ഷമയെക്കുറിച്ചും ആ കർത്താവിനെ സ്വീകരിച്ചാൽ നിങ്ങൾ ദൈവമക്കളാകുമെന്നും മരണാനന്തര പ്രത്യാശ കിട്ടും എന്നുമല്ലേ ഞങ്ങൾ ചെന്ന് പറയാറുള്ളത്? ഇത് നിങ്ങളോ അവർക്ക് പറഞ്ഞു കൊടുക്കുന്നില്ല, പറയുന്നവരെ നിങ്ങൾ തടയുകയും ചെയ്യുന്നു. പ്രിയമുള്ളവരെ, നിങ്ങളെക്കുറിച്ചാണ് വിശുദ്ധ ബൈബിളിൽ കർത്താവായ യേശു പറഞ്ഞത്: കപടഭക്തിക്കാരായ ശാസ്ത്രിമാരും പരീശന്മാരുമായുള്ളവരെ, നിങ്ങൾക്ക് ഹാ കഷ്ടം! നിങ്ങൾ മനുഷ്യർക്ക് സ്വർഗരാജ്യം അടച്ചു കളയുന്നു, നിങ്ങൾ കടക്കുന്നില്ല, കടക്കുന്നവരെ കടപ്പാൻ സമ്മതിക്കുന്നുമില്ല. എന്തുകൊണ്ടാണ് ഈ നിലയിലൊക്കെ കത്തോലിക്ക സഭ തളർന്നു പോയത്? എന്തുകൊണ്ടാണ് ഈ നിലയിലൊക്കെ അൽമായർക്ക്, കുഞ്ഞാടുകൾക്ക്, സ്വന്തം വിശ്വാസികൾക്ക് സ്വർഗരാജ്യം പകർന്നു കൊടുക്കാനാവാത്ത വിധം കത്തോലിക്ക സഭ ആ നിലയിൽ അവശയായി പോയത്? അതിന് ഒരു കാരണമേ ഉള്ളൂ. എന്താണെന്നറിയാമോ? കാരണം ഈ അന്യമതങ്ങളുടെ സ്വാംശീകരണം, അന്യമതങ്ങളുടെ ഉൾക്കൊള്ളൽ അതിനുള്ളിൽ അതിൻ്റെ ആരംഭദശ മുതലേ ഉണ്ടായി എന്നുള്ളതാണ്. കത്തോലിക്ക സഭയുടെ ചരിത്രം നമ്മളൊന്ന് പഠിച്ചാൽ അത് മനസ്സിലാക്കാം. അത് ഞാനല്ല പറയുന്നത്, അല്ലെങ്കിൽ ഞങ്ങൾ ഉൾപ്പെട്ടു നിൽക്കുന്ന ഏതെങ്കിലും പ്രൊട്ടസ്റ്റന്റ് സമൂഹം പറയുന്ന കാര്യമല്ല ഈ കത്തോലിക്ക സഭയിലേക്ക് അന്യമതങ്ങളുടെ സ്വാംശീകരണം ഉണ്ടായി എന്ന്. അത് പറയുന്നത്, ഒരു തെളിവ് ഞാൻ തരാം. കത്തോലിക്ക സഭയുടെ കേരളത്തിലെ ആദ്യത്തെ കർദിനാൾ അത് ജോസഫ് പാറേക്കാട്ടിലാണ് എന്നുള്ളത് നിങ്ങൾക്കറിയാമല്ലോ. ആ കർദിനാൾ വെളിപ്പെടുത്തിയിട്ടുള്ള ചില സത്യങ്ങളുണ്ട്. അദ്ദേഹം അത് അറിഞ്ഞോ അറിയാതെയോ വെളിപ്പെടുത്തിയ സത്യമാണ്. 1974 ഡിസംബർ 6 മാതൃഭൂമിയിൽ വന്ന ഒരു വാർത്തയാണത്. മംഗലപ്പുഴ പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ ചാൻസലർ ആയിരുന്ന കർദിനാൾ ജോസഫ് പാറേക്കാട്ടിൽ ഒരു ബിരുദദാന ചടങ്ങിൽ സഭയുടെ വളർച്ചയോട് ബന്ധപ്പെട്ട ചില സത്യങ്ങൾ വെളിപ്പെടുത്തി. ആ ഡേറ്റ് ഒന്നുകൂടി പറയാം, വേണമെങ്കിൽ നിങ്ങളത് പരിശോധിച്ചോളൂ. 1974 ഡിസംബർ 6 മാതൃഭൂമിയിൽ വന്ന വാർത്തയാണത്. ആ വാർത്തയുടെ ഹെഡിങ് ഇങ്ങനെയാണ്: മറ്റു മതങ്ങളിലെ ആചാരങ്ങൾ ക്രൈസ്തവ സഭയെ വളർത്തി. അദ്ദേഹത്തിന്റെ പ്രസംഗത്തിന്റെ പ്രസക്ത ഭാഗങ്ങൾ ഇങ്ങനെയാണ്, ഞാനൊന്ന് വായിക്കാം. പൗരാണിക കാലങ്ങളിലെ ക്രൈസ്തവ സഭ മറ്റു മതങ്ങളിൽ നിന്നും സംസ്കാരങ്ങളിൽ നിന്നും വളരെ കാര്യങ്ങൾ സ്വാംശീകരിച്ചിട്ടുണ്ട്. ആരംഭകാലത്ത് ക്രൈസ്തവ സഭയിൽ അല്ലെങ്കിൽ ക്രൈസ്തവ സമൂഹത്തിൽ പള്ളികളില്ലായിരുന്നു, അൾത്താരകളില്ലായിരുന്നു, തിരുസ്വരൂപങ്ങളില്ലായിരുന്നു. തന്മൂലം അക്രൈസ്തവർ ക്രിസ്ത്യാനികളെ അവഹേളിച്ചു. അന്നത്തെ കാലത്ത് അതൊരു വെല്ലുവിളിയായിരുന്നു. ക്രൈസ്തവ മതത്തിന്റെ വളർച്ചയ്ക്കായി ഉടനടി ദൈവാലയങ്ങൾ ഉണ്ടാക്കി, അൾത്താരകളും തിരുസ്വരൂപങ്ങളും ഉണ്ടാക്കി, കുരിശിന് സ്ഥാനം ലഭിച്ചു. അക്രൈസ്തവരുടെ വിശ്വാസങ്ങളിൽ നിന്നും ആചാര സമ്പ്രദായങ്ങളിൽ നിന്നുമാണ് ഭക്തജീവിതത്തിനുതകുന്ന പലതും ക്രൈസ്തവർ സ്വാംശീകരിച്ചത്. ഇന്ന് സഭയിലുള്ള പല ആചാരങ്ങളും ഒരു കാലത്ത് പേഗൻ ആയിരുന്നുവെന്ന് സഭാപിതാക്കന്മാരെ ഉദ്ധരിച്ചുകൊണ്ട് കർദിനാൾ പറഞ്ഞു. ഇത് കർദിനാളിന്റെ അഭിപ്രായം പറഞ്ഞതൊന്നുമല്ല. കർദിനാള്
മൂന്നാം നൂറ്റാണ്ടിലും 4-ാം നൂറ്റാണ്ടിലും ഒക്കെ ഉണ്ടായിരുന്ന അന്നുണ്ടായിരുന്ന ചില കർദിനാളന്മാരെ ഉദ്ധരിച്ചുകൊണ്ട് വെളിപ്പെടുത്തിയ സത്യമാണിത്. ദൈവാലയങ്ങൾ അലങ്കരിക്കുന്നത്, ധൂപമർപ്പിക്കുന്നത്, മെഴുകുതിരി കത്തിക്കുന്നത്, വിശുദ്ധ ദിനം ആചരിക്കുന്നത്, സ്ഥലങ്ങൾ ആശീർവദിക്കുന്നത്, വൈദിക വസ്ത്രങ്ങൾ സജ്ജമാക്കുന്നത്, വിവാഹത്തിന് മോതിരം നൽകുന്നത്, കിഴക്ക് നോക്കി പ്രാർത്ഥിക്കുന്നത് തുടങ്ങി ഒട്ടേറെ ആചാരമര്യാദകൾ പേഗൻ മതങ്ങളിൽ നിന്ന് പൗരാണിക ക്രൈസ്തവ മതം സ്വായത്തമാക്കിയിട്ടുള്ളതാണ് എന്ന് ഈ കർദിനാൾ സൂചിപ്പിക്കുകയുണ്ടായി. തൻ്റെ പ്രസംഗത്തിൽ താൻ അത് പറയുകയുണ്ടായി. ഇദ്ദേഹമാണ് കേരളത്തിലെ ആദ്യത്തെ കർദിനാൾ. അദ്ദേഹം അങ്കമാലി സ്വദേശിയാണ്, കിടങ്ങൂർ സ്വദേശിയാണ് എന്നൊക്കെ നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുള്ള പലരുമുണ്ട്. പല പുരോഹിതന്മാരും ഇങ്ങനെയുള്ള നിർണായകമായ സത്യങ്ങൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. ഒരാളുടെ പേര് കൂടി ഞാൻ പറഞ്ഞു തരാം. ഫാദർ ജോർജ് പനന്തോട്ടം. അദ്ദേഹത്തോട് ഒരിക്കലും ഒരാൾ ചോദിച്ചു, ഈ കന്യകാമറിയത്തിന്റെ അമലോത്ഭവവും സ്വർഗാരോപണവും ഒക്കെ കത്തോലിക്കാ സഭയിൽ പിൽക്കാലത്ത് വളർച്ച പ്രാപിച്ചു വന്ന വിശ്വാസ സത്യങ്ങളല്ലേ? അദ്ദേഹത്തോട് ഒരാൾ ചോദിച്ചതാ. അങ്ങനെ ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞ മറുപടി, പരിശുദ്ധ കന്യാമറിയത്തിന്റെ അമലോത്ഭവവും സ്വർഗാരോപണവും ഒക്കെ തിരുസഭയിൽ പിൽക്കാലത്ത് വളർച്ച പ്രാപിച്ചു വന്ന വിശ്വാസങ്ങളാണ് എന്നത് സത്യമാണ്. കാരണം മറിയം തൻ്റെ അമ്മയുടെ ഗർഭപാത്രത്തിൽ രൂപം കൊണ്ടപ്പോൾ തന്നെ പാപരഹിതയായിരുന്നു എന്ന ആശയമോ അവൾ മരണശേഷം ഉടലോടെ സ്വർഗത്തിൽ എടുക്കപ്പെട്ടതിനെ കുറിച്ചോ ഒന്നും 1-ാം നൂറ്റാണ്ടിലെ ജനങ്ങൾക്ക് ബോധ്യമുണ്ടായിരുന്നു എന്നറിയാൻ ഒരു മാർഗവുമില്ല. ഇത് അദ്ദേഹം വെളിപ്പെടുത്തിയ ഒരു സത്യമാണ്. ഇങ്ങനെ പറഞ്ഞതിന് ശേഷം തൻ്റെ ലേഖനത്തിൽ മറിയത്തിന്റെ അമലോത്ഭവവും സ്വർഗാരോപണവും ഒക്കെ ന്യായീകരിക്കാൻ അദ്ദേഹം പാഴ്ശ്രമം നടത്തുന്നുണ്ട്. എന്നാൽ അത് തിരുവെഴുത്തിനെ അടിസ്ഥാനമാക്കിയാണ് എന്ന ഒരു അവകാശവാദവും ഫാദർ ജോർജ് പനന്തോട്ടം നടത്തിയിട്ടില്ല. പാരമ്പര്യം അനുസരിച്ചാണ് എന്ന് പോലും താൻ പറഞ്ഞിട്ടില്ല. പിന്നെയോ തിരുസഭ അങ്ങനെ വിശ്വസിക്കുന്നു എന്ന് മാത്രം പറഞ്ഞ് വിടുകയാണ് ചെയ്തിട്ടുള്ളത്. ഈ വിവരശേഖരണങ്ങളൊക്കെ നമ്മൾ നടത്തിയിരിക്കുന്നത് catholic.malayalam.org എന്ന വെബ്സൈറ്റിൽ നിന്നാണ്. നിങ്ങൾക്കതിൽ നോക്കിയാൽ ഇത് കാണുവാനായിട്ട് പറ്റും. പ്രിയമുള്ളവർ, ഇതൊക്കെയാണ് നഗ്നമായ സത്യങ്ങൾ. കത്തോലിക്ക സഭയിലെ ഒരു കൂട്ടം പച്ചപ്പരമാർത്ഥികളായ പട്ടക്കാർക്ക് കാര്യങ്ങളുടെ നിജസ്ഥിതി നന്നായി അറിയാവുന്നതാണ്. ഇനി ഞാൻ ഒരു കാര്യം കൂടി വെളിപ്പെടുത്തിയിട്ട് ഇന്നത്തെ ഈ എപ്പിസോഡ് അവസാനിപ്പിക്കുകയാണ്. ഈ ആലുവയിലെ പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച ബൈബിൾ ശബ്ദകോശമുണ്ട്, ബൈബിൾ ഡിക്ഷണറി. അതിൻ്റെ ചീഫ് എഡിറ്റർ ഫാദർ ആന്റണി തേരത്താണ്. അതേപോലെ അതിൻ്റെ എക്സിക്യൂട്ടീവ് എഡിറ്റർ ജോസഫ് പാംബ്ലാനി പിതാവാണ്. ഇവരൊക്കെ അറിയപ്പെടുന്നവരാണ്, കത്തോലിക്കരുടെ കൺകണ്ട ജ്ഞാനികളൊക്കെയാണ്. അതേപോലെ അതിൻ്റെ അസോസിയേറ്റ് എഡിറ്റേഴ്സായിട്ട് 10-ലധികം അച്ഛന്മാര് അതിനകത്തുള്ളതായിട്ടും നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ട്. ബൈബിൾ ശബ്ദകോശം അതിൻ്റെ 32-ാമത്തെ പേജാണോ അതോ 35-ാമത്തെ പേജാണോ എന്നറിയില്ല. അതിൽ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: ബൈബിൾ മാത്രമാണ് ദൈവാവിഷ്കാരത്തിൻ്റെ ഏക ഉറവിടം എന്ന പ്രൊട്ടസ്റ്റന്റ് വാദത്തിനെതിരെ പാരമ്പര്യത്തിന്റെ പ്രാധാന്യം ഉയർത്തിക്കാട്ടാൻ ശ്രമിച്ചപ്പോൾ കത്തോലിക്കാ സഭ ബൈബിളിന് വേണ്ടത്ര പ്രാധാന്യം നൽകിയില്ല എന്നത് വാസ്തവമാണ്. ഇത് എൻ്റെ വാക്കുകളല്ല, ഇത് ഞങ്ങൾ പ്രൊട്ടസ്റ്റന്റ് സമൂഹത്തിന്റെ വാക്കുകളുമല്ല. ഇത് ജോസഫ് പാംബ്ലാനി പിതാവ്, ആന്റണി തേറത്ത്, പിന്നെ 10-ലധികം അസോസിയേറ്റ് എഡിറ്റേഴ്സ് ഉൾപ്പെടെ ചേർന്ന് എഴുതിയ ബൈബിൾ ശബ്ദകോശം, ബൈബിൾ ഡിക്ഷണറി ആലുവ പൊന്തിഫിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് പ്രസിദ്ധീകരിച്ച ആ ഡിക്ഷണറിയിൽ വന്നിരിക്കുന്ന വാചകങ്ങളാണ്. നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ വായിച്ചു നോക്കാം. പാരമ്പര്യത്തിന്റെ പുറകെ പോയപ്പോൾ, അതിനെ ഉയർത്തിക്കാട്ടാൻ ശ്രമിച്ചപ്പോൾ യാതൊരു തെളിവുമില്ലാത്ത വെറും ഊഹാപോഹങ്ങളുടെയും നിഗമനങ്ങളുടെയും അടിസ്ഥാനത്തിൽ ചില വിശ്വാസ സത്യങ്ങൾ തട്ടിക്കൂട്ടിയെടുത്തപ്പോൾ നിങ്ങൾ അറിഞ്ഞോ അറിയാതെയോ അകന്നു പോയത് വിശുദ്ധ ലിഖിതത്തിൽ നിന്നാണ്, ദൈവത്തിന്റെ വചനത്തിൽ നിന്നാണ്. ഇതിന് നിങ്ങൾ കണക്ക് കൊടുക്കേണ്ടി വരും. അത് നേതൃത്വം ആദ്യം കണക്ക് കൊടുക്കണം, പുറകെ അൽമായരെ നിങ്ങളും. ദൈവം നിങ്ങളെ
അനുഗ്രഹിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഞങ്ങൾ ഇതെല്ലാം വെളിപ്പെടുത്തുന്നത് നിങ്ങളുടെ നന്മയ്ക്കും അനുഗ്രഹത്തിനും വേണ്ടിയാണ്. പിന്നെ ഒന്നുകൂടി ഞാൻ ആവർത്തിക്കട്ടെ, ഈ എപ്പിസോഡുകളും ഈ ക്ലാസ്സുകളും സത്യത്തിലേക്ക് തുറന്നിട്ട ജനൽപ്പാളികളായി മാറട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.